4 വരി ചേർന്ന് പാടി നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. ബാറക്കുമോർ, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ സന്ധ്യയിൽ കർത്താവേ, ഈ വചന കൂടാരത്തിൽ ദൈവമേ, ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനാപൂർവ്വം അടിയങ്ങളായിരിക്കുന്നുവല്ലോ. ഇന്നാവശ്യമായിട്ടുള്ള ആത്മീയ ഭോജനം നൽകി തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനം പറയുവാൻ തക്കവണ്ണം അടിയൻ്റെ നാവിനെ ബലപ്പെടുത്തണമേ. കേൾക്കുവാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ ഹൃദയങ്ങളെ ഏകാഗ്രതയോടുകൂടെ ആ വചനത്തെ ശ്രവിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാവിധമായ പ്രതികൂലതകളെയും തമ്പുരാനെ അവിടുന്ന് പരിപൂർണമായി നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധയായ അമ്മയുടെയും പരിശുദ്ധനായ മോർ തോമാ ശ്ലീഹായുടെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മാധ്യസ്ഥൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി, വന്യരായിരിക്കുന്ന കോറപ്പിസ്കോപ്പ അച്ഛന്മാരെ, ഇടവകയുടെ ശുശ്രൂഷയിലായിരിക്കുന്ന ആദരണീയരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഈ വചന കൂടാരത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തെ ശ്രവിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന പ്രിയ വിശ്വാസ സമൂഹമേ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജീവിതകഥ നമുക്കെല്ലാവർക്കും പരിചിതമാണ്. കേവലം ഒരു അഭിഭാഷകനായി തൻ്റെ കേസുകളിൽ തൻ്റെ വാദികൾക്ക് വേണ്ടി കേസ് വാദിച്ചുകൊണ്ട് നടന്ന ഉത്സുകനായ ഒരു യുവാവ്. അദ്ദേഹം കാലഹരണപ്പെടാത്ത സംഭാവനകൾ ലോകത്തിന് നൽകിയ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായി മാറുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു സന്ദർഭം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിലെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ്. ദാദാ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ഗുജറാത്തി വ്യവസായി ഗുജറാത്തി ഭാഷ അറിയാവുന്ന ഒരു അഭിഭാഷകനെ തേടി നടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സഞ്ചാരങ്ങൾക്കിടയിലാണ് മഹാത്മാഗാന്ധി എന്ന MK ഗാന്ധി എന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഉത്സുകനായ യുവാവായ അഭിഭാഷകനെ അദ്ദേഹം കണ്ടെത്തുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കേസുകൾ കൈകാര്യം ചെയ്യാനായിട്ട് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ എത്തി. സൗത്ത് ആഫ്രിക്കയിൽ ദർബൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ആദ്യം എത്തിച്ചേർന്നത്. അവിടെ നിന്ന് അദ്ദേഹം പ്രിട്ടോറിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്യുന്നത്. ആ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാനായിട്ടുള്ള ടിക്കറ്റ് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. എന്നാൽ ട്രെയിനിലെ TTR അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാനായിട്ടുള്ള അവകാശമില്ല, തേർഡ് ക്ലാസ്സിലേക്ക് ഇറങ്ങിയിരിക്കണം. പ്രിയപ്പെട്ടവരെ, അഭിമാനബോധമുള്ള സ്വാഭിമാനമുള്ള ഗാന്ധി എന്ന് പറയുന്ന യുവാവിന് അതൊട്ടും സ്വീകാര്യമായില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണുള്ളത്,
അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, ആ പാതിരാത്രിയിൽ ഗാന്ധി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ പീറ്റർ മാരിസ്ബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് 1893 ജൂൺ മാസം 7-ാം തീയതിയായി സംഭവം നടക്കുന്നത്. അവിടെ ഈ പാതിരാത്രിയിൽ പീറ്റർ മാരിസ്ബർഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ അദ്ദേഹത്തെ ഇറക്കി വിട്ടു. ഇന്നും ഈ പീറ്റർ മാരിസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫലകം എഴുതി വെച്ചിട്ടുണ്ട്. MK ഗാന്ധി എന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1893 ജൂൺ മാസം 7-ാം തീയതി ഇവിടെ വെച്ച് ട്രെയിനിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് എറിയപ്പെട്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, ഗാന്ധിയുടെ ജീവിതത്തിൽ ഗാന്ധി നേരിട്ട ഈ കൈപ്പേറിയ അനുഭവം, ഗാന്ധിയുടെ ജീവിതത്തിൽ ഗാന്ധി നേരിട്ട ഈ ഒരു പ്രതിസന്ധി പിന്നീട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ വർണ്ണ വിവേചനത്തിനെതിരായി ശബ്ദമുയർത്തുവാൻ തക്കവണ്ണം അദ്ദേഹത്തെ കരുപ്പിടിപ്പിക്കുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു സംഭവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സംഭവം എന്നോടും നിങ്ങളോടും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഇവയൊക്കെ ചില തീരുമാനങ്ങളും ചില നിലപാടുകളും ഒക്കെ എടുക്കുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ജീവിതത്തിൻ്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഞാനും നിങ്ങളും എപ്പോഴും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ ശബ്ദം. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്വരം. അത് കേൾക്കാൻ പറ്റിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളൊക്കെ എത്ര സന്തോഷകരായിരിക്കും. വഴി അറിയാതെ, ദിശ അറിയാതെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു വാക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കാൻ സാധിച്ചാൽ എത്ര സന്തോഷകരമായിരിക്കും. പഴയ നിയമ കാലഘട്ടത്തിൽ നാം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനത്തിന് എപ്പോഴും കരുത്തും ബലവും നൽകിയ അനേകം വാഗ്ദത്തങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുമായി ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് മറ്റൊന്നുമല്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ടവർ, ഈ വചനം ഒന്ന് പറയാമോ? ഞാൻ നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകം സന്ദർഭങ്ങളിൽ ഈ ഒരു വാഗ്ദത്തം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് വേദപുസ്തകത്തിൽ ഈ വാഗ്ദത്തങ്ങൾ ദൈവം പറഞ്ഞ ചില സന്ദർഭങ്ങൾ. ആ സന്ദർഭങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വാഗ്ദത്തങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും ആദ്യമായി നാം ഈ വാഗ്ദത്തം കാണുന്ന സന്ദർഭം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 28-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 28-ാം അധ്യായം എന്ന് പറയുന്നത് ഗോത്രപിതാവായ അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, വല്ലാത്ത ഒരു ഉപജാപകൻ, അല്ലെങ്കിൽ വേണം ഇങ്ങനെ പറയാം, എ ഗ്രേറ്റ് മാനിപ്പുലേറ്റർ. ഈ മാനിപ്പുലേറ്റർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? വക്രീകരിക്കുക എന്നൊരു അർത്ഥമുണ്ട്. അതായത് സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വാക്കുകളെ വക്രീകരിച്ച് ഉപയോഗിച്ച ഒരു മനുഷ്യനായിരുന്നു യാക്കോബ്. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? നമുക്ക് യാക്കോബിന്റെ ജീവിതം വളരെ നന്നായിട്ട് അറിയാം. നമുക്കറിയാം, യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ സഹോദരനെ സൂത്രത്തിൽ വഞ്ചിച്ച് ജ്യേഷ്ഠാവകാശം കൈവശാക്കി. തൻ്റെ പിതാവായ ഇസ്ഹാക്കിന്റെ മുമ്പിൽ ഫാൻസി ഡ്രസ് നടത്തി പിതാവിൽ നിന്ന് അനുഗ്രഹങ്ങളെല്ലാം മേടിച്ചു. അപ്പോൾ ഈ മനുഷ്യന്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒന്നാണ്, എന്താണ്? ഒരു മാനിപ്പുലേറ്റർ ആയിരുന്നു. തൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ട് മടിയില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. ആര്? യാക്കോബ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള യാക്കോബ് തൻ്റെ വീട് വിട്ട് ഇറങ്ങാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അവൻ വീട് വിട്ടിറങ്ങുക. അവൻ്റെ അമ്മ പറഞ്ഞു, സഹോദരനായ ലാബാന്റെ അടുക്കലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ലാബാന്റെ അടുക്കലേക്ക് ഇവൻ പോകുന്ന യാത്ര ഹാരാനൊക്കെ കറിഞ്ഞു. ലൂസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇവൻ എത്തിച്ചേരുന്നുണ്ട്. ഈ ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവൻ എത്തിച്ചേരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. യാത്രയുടെ ക്ഷീണം നിമിത്തം ഈ മനുഷ്യൻ വല്ലാതെ ക്ഷീണിച്ച്
ഇവൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒരു കല്ല് തലയണയായിട്ട് എടുത്ത് വെച്ചിട്ട് കടന്നുറങ്ങി. ഒരു കല്ല് തലയണയായിട്ട് വെച്ചിട്ട് കടന്നുറങ്ങി. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കല്ല് തലയണയായിട്ട് വെച്ച് കിടന്നുറങ്ങേണ്ട ഗതികേട് എന്ന് പറഞ്ഞാൽ എത്ര ഗതികേടിന്റെ അവസ്ഥയായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും കല്ല് തലയണയായിട്ട് വെച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടോ? ഉണ്ടോ? പുസ്തകമൊക്കെ ഒരു പക്ഷേ തലയണയായിട്ട് വെച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടോ? ഞാനും നിങ്ങളും ഒക്കെ. പക്ഷെ കല്ല് തലയണയായിട്ട് വെച്ച് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ അതിലൊരു വലിയ ആത്മീയ അർത്ഥമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കൂരയുടെ ആശ്രയമില്ല. അതായത് ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നൈരാശ്യത്തിന്റെ കാണാക്കയങ്ങളിൽ അവന്റെ ജീവിതം മുങ്ങിത്താഴുകയാണ്. നൈരാശ്യത്തിന്റെ കാണാക്കയങ്ങളിൽ മുങ്ങിത്താഴുന്ന ഒരു ജീവിതമാണ് ആർക്കുള്ളത്? യാക്കോബിനുള്ളത്. അതുകൊണ്ടാണ് ഒരു കല്ല് തലയണയായിട്ട് വെച്ച് കിടന്നുറങ്ങേണ്ട ഗതികേടിലേക്ക് അവന്റെ ജീവിതം എത്തിച്ചേർന്നത്. അങ്ങനെ കല്ല് തലയണയായിട്ട് വെച്ച് കിടന്നുറങ്ങുമ്പോൾ അവനൊരു സ്വർഗീയ ദർശനം കണ്ടു. എന്താ കണ്ടേ? ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം ഉയർന്നിൽക്കുന്ന ഒരു ഗോവണി, ദൈവത്തിന്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഈ ദർശനം കണ്ടതിന് ശേഷം അവനോട് ദൈവം പറയുന്നതായിട്ട് അവൻ കേൾക്കുന്ന ഒരു വാക്കുണ്ട്. 28-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. അതായത് ഇവിടെ നാം കാണുകയാണ്, നൈരാശ്യത്തിന്റെ കാണാക്കയങ്ങളിൽ മുങ്ങിത്താന്ന യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യനോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ കൈവിടില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഈ ദൈവത്തിന്റെ തിരുവചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും അവന്റെ ജീവിതത്തിൽ കുറിച്ചിട്ടോണം, ഞാൻ നൈരാശ്യത്തിന്റെ കാണാക്കയങ്ങളിൽ മുങ്ങിത്താഴുന്ന ഒരു ജീവിതവുമായിട്ടാണ് ഇന്ന് ഈ വചനം കേൾക്കാൻ വന്നിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ പറയുകയാണ്, ഞാൻ നിന്നെ കൈവിടില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. ജീവിതത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ പലപ്പോഴും നാം ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഈസ് ഇറ്റ് ദ എൻഡ് ഓഫ് മൈ ലൈഫ്? ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കാര്യങ്ങളൊക്കെ? ഈസ് ഇറ്റ് ദ എൻഡ് ഓഫ് മൈ ലൈഫ് എന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചോദിച്ചിട്ടില്ലേ? ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ യേസ് എന്നാണ് എൻ്റെ ഉത്തരമെങ്കിൽ അവിടെ തീർന്നു നമ്മുടെ ജീവിതം. നോ എന്ന് പറയാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുന്നത് ദൈവ കൃപയുണ്ടെങ്കിലാണ്. നോ എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ കരുത്ത് നൽകുന്ന ഒരു വാക്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ നിന്നെ കൈവിടില്ല. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, എവരി സെയിന്റ് ഹാസ് എ പാസ്റ്റ്, എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ? എവരി സെയിന്റ് ഹാസ് എ പാസ്റ്റ്, എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. എന്താ അതിന്റെ അർത്ഥം? ഏത് വിശുദ്ധനും ഒരു ഭൂതകാലമുണ്ട്, ഏത് പാപിക്കും ഭാസുരമായ ഒരു ഭാവിയുണ്ട്. മനസ്സിലായോ? ഏത് വിശുദ്ധനും ഒരു ഭൂതകാലമുണ്ട്, ഒരു കഴിഞ്ഞ കാലമുണ്ട്, വീഴ്ചയുടെ, പരാജയത്തിന്റെ ഒക്കെ ഒരു പഴയ കാലമുണ്ട്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നീ ആ പാപാവസ്ഥയിലാണ് ഇന്ന് ജീവിക്കുന്നെങ്കിൽ വചനം കേൾക്കുമ്പോൾ നീ മനസ്സിലാക്കണം, എന്താണ്? യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നിനക്ക് പ്രത്യാശ നിറഞ്ഞ വെളിച്ചമുള്ള ഒരു ഭാവി ജീവിതമുണ്ട്. ഇത് നമ്മളാരും മറന്നു പോകരുതാത്ത ഒരു കാര്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ എത്ര വാഗ്ദത്തങ്ങളുണ്ടെന്ന് അറിയാവോ? ഏകദേശം ഒരു സംഖ്യ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അത്യാവശ്യം കണക്കൊക്കെ അറിയാവുന്ന ആളുകളല്ലേ? എത്ര വാഗ്ദത്തങ്ങളുണ്ടെന്ന് അറിയാമോ? 7000-ഓളം വാഗ്ദത്തങ്ങൾ. 7000-ഓളം വാഗ്ദത്തങ്ങളുണ്ട്. ഈ വാഗ്ദത്തങ്ങളൊക്കെ ആരോടാണ് ദൈവം പറഞ്ഞത്, ഏത് സമയത്താണ് പറഞ്ഞതെന്ന് പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ പറ്റും, ജീവിതത്തിൽ സംഘടിതരല്ലാത്തവർ, ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നവർ,
ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവർ, അങ്ങനെയുള്ള ആളുകളോടൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളൊക്കെയും ദൈവം തമ്പുരാൻ പറഞ്ഞത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ ഉറച്ച വാഗ്ദത്തം എന്നെയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാവിയെ നോക്കുവാൻ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഇറ്റാലിയൻ സാഹിത്യകാരനായ ഡാൻറ്റെ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്, ഡിവൈൻ കോമഡി. ഈ ഡിവൈൻ കോമഡി എന്ന് പറയുന്ന കവിതയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് കവിയുടെ പ്രേമഭാജനവും നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് നടത്തുന്ന ഒരു യാത്ര. മനസ്സിലായോ? നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു യാത്ര നടത്തുകയാണ്. അപ്പോൾ ഈ നരകത്തിന്റെ വാതിക്കൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കുറിപ്പുണ്ട്, ഒരു വാചകം, അവിടെ ഒരു നോട്ടിഫിക്കേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ വാതിക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അബാൻഡൻഡ് ഓൾ ഹോപ്പ്. അബാൻഡൻഡ് ഓൾ ഹോപ്പ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? പ്രതീക്ഷകളെല്ലാം ഉപേക്ഷിച്ചേക്കുക. പ്രതീക്ഷകളെല്ലാം എവിടെ എഴുതി വെച്ചിരിക്കുന്ന? ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല, എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതിന്റെ അർത്ഥം എന്താ. എവിടെ എഴുതി വെച്ചിരിക്കുന്ന? നരകത്തിന്റെ വാതിക്കെ. അപ്പൊ നരകത്തിന്റെ വാതിക്കെ എഴുതി വെച്ചിരിക്കുകയാണ് അബാൻഡൻഡ് ഓൾ ഹോപ്പ്, പ്രതീക്ഷകളെല്ലാം ഉപേക്ഷിച്ചേക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ജീവിതം എവിടെയാ? പ്രതീക്ഷ നഷ്ടപ്പെട്ട ജീവിതം എവിടെയാ? ആ നരകത്തിലാ. പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷ എൻ്റെ ജീവിതത്തിന് നഷ്ടമാകുമ്പോൾ ഞാൻ നരകത്തിലാണ്. ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ഞാൻ കേൾക്കാനിടയായ ഭംഗിയായ അർത്ഥസമ്പുഷ്ടമായ ഒരു വാചകമുണ്ട്. ഈ വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് പറഞ്ഞൊരു വാചകമാണ്. അതിങ്ങനെയാണ്: പ്രതീക്ഷ എന്ന മഷി കൊണ്ട് എഴുതിയതാണ് സുവിശേഷം. എന്നതാ? പ്രതീക്ഷ എന്ന മഷി കൊണ്ട് എഴുതിയതാണ് സുവിശേഷം. പ്രിയപ്പെട്ടവരെ, ഈ വേദപുസ്തകം ഒന്ന് പരിശോധിച്ചാൽ ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു ആശയമാണ്. ഈ വേദപുസ്തകത്തിലെ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു ആശയത്തെ ഒന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേദപുസ്തകത്തിന് എത്ര താള് കാണും? ചുമ്മാ ഒരു സംഖ്യ പറയുന്നേ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. എത്ര താള് കാണും? പ്രിയപ്പെട്ട ഒരു ആശയം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ വേദപുസ്തകത്തിന് പുറംചട്ട മാത്രമേ കാണത്തുള്ളൂ. ഒരൊറ്റ പേജ് പോലും ഈ വേദപുസ്തകത്തിന് ഉണ്ടാകത്തില്ല. കാരണം പ്രതീക്ഷ എന്ന് പറയുന്ന ആശയത്തെ അഭിമന്യ തിരുമേനി പറഞ്ഞതുപോലെ അതിലേക്ക് ത്രസ്റ്റ് ചെയ്തിരിക്കുന്ന, അത് ബെസ്റ്റോ ചെയ്തിരിക്കുന്ന, അതിലേക്ക് നിറച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്നാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. അപ്പൊ പ്രതീക്ഷ എന്ന് പറയുന്ന ആശയം നഷ്ടപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ വേദപുസ്തകത്തിൽ ഒരു താള് പോലും ഇല്ല. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഓരോ ആളുകളും നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത് എന്തിനെയാ? ദൈവത്തിന്റെ വചനത്തെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാഭാഗ്യമാണ് ഈ ദൈവത്തിന്റെ വചനം. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ കൈകളിലെടുക്കാനായിട്ടുള്ള ഭാഗ്യം പുരോഹിതനുണ്ട്. അത് നിങ്ങൾക്ക് പറ്റുമോ? കുർബാന കയ്യിലെടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒന്നുണ്ട്. എന്താ? വേദപുസ്തകം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോ നമുക്ക് പ്രിയപ്പെട്ടവരെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ ദൈവത്തെ കയ്യിലെടുക്കാൻ പ്രിയപ്പെട്ടവർ ദൈവത്തെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ പറ്റുമോ? ദൈവത്തെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ പറ്റണം. നമുക്ക് പ്രിയപ്പെട്ടവരെ കുർബാന എടുക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാഭാഗ്യത്തെക്കുറിച്ച് യെശയ്യാ പ്രവചനത്തെ ആസ്പദമാക്കി എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ പാടാറുണ്ട് ഇങ്ങനെ: അഗ്നിമായന്മാർ ആരെ നോക്കി വിറച്ചിടുന്നു, അവരെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. അഗ്നിമയന്മാർ ആരെ നോക്കി വിറയ്ക്കുന്നുവോ അവനെ
മേശയിൽ അപ്പവും വീഞ്ഞുമായി നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്, നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനത്തെ ചേർത്ത് നിർത്താനായിട്ട് എനിക്ക് നിങ്ങൾക്കൊക്കെ സാധിക്കണം. നമുക്കതിനുള്ള ധൈര്യമുണ്ടോ? നമുക്കതിനുള്ള ധൈര്യമുണ്ടോ? അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബരാക് ഒബാമ 2006 അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റ് ആകുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആത്മകഥാസ്പർശിയായ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പേരിങ്ങനെയാണ്, ദ ഒഡാസിറ്റി ഓഫ് ഹോപ്പ്. ദ ഒഡാസിറ്റി ഓഫ് ഹോപ്പ്. അതിൻ്റെ അർത്ഥം പ്രതീക്ഷിക്കാൻ ധൈര്യമുണ്ടോന്നാണ്. പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷിക്കാൻ ധൈര്യമുണ്ടോ? അമേരിക്കയിലെ ജനത്തോട് അദ്ദേഹം ചോദിച്ചതാ. പ്രിയപ്പെട്ടവരെ, എനിക്കിന്ന് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ളത് ഇത് തന്നെയാണ്, പ്രതീക്ഷിക്കാൻ ധൈര്യമുണ്ടോ? ഈ വേദപുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രതീക്ഷിക്കാൻ ഇനിയും വകയുണ്ട്. ഉൽപ്പത്തി 28:15 എല്ലാം തകർന്നു നിൽക്കുമ്പോൾ ദൈവം നമ്പുരാൻ ആ മനുഷ്യനോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവൻ, അവന് സ്വർഗീയ അനുഭവം കൊടുക്കുകയാണ്. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അഭേദ്യമായൊരു ബന്ധം അവിടെ നമ്മൾ കാണുക. അതാണ് ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം ഉയർന്നു നിൽക്കുന്ന ഗോവണി സൂചിപ്പിക്കുന്നത്, അഭേദ്യമായൊരു ബന്ധം. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസഘട്ടങ്ങളിലൊക്കെ ഇതാ യാക്കോബ് കണ്ട ദർശനം പോലെ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് കാണാൻ വിശ്വാസത്തിൻ്റെ കണ്ണ് നമുക്ക് ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ നിരാശയിലേക്ക് നിങ്ങൾ നോക്ക്, നിങ്ങളുടെ നിരാശയിലേക്ക് ഒന്ന് നോക്ക്. സാധാരണ ഇങ്ങനെ പറയുന്നൊരു വാചകമുണ്ട്, നമ്മളുടെ സങ്കടങ്ങളിൽ ദൈവം, സന്തോഷങ്ങളിൽ ദൈവം മൃദുവായി സംസാരിക്കുന്നു, സങ്കടങ്ങളിൽ ദൈവം അലറിപ്പറയുന്നു എന്നാണ് പറയുന്നത്. സന്തോഷങ്ങളിൽ ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നത്? മൃദുവായി, വളരെ ചെറിയ ശബ്ദത്തിൽ. എന്നാൽ സങ്കടങ്ങളിൽ ദൈവം അലറിപ്പറയുന്നുണ്ട്. സന്തോഷങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇയ്യോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു അവൻ? നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദോഷം വിട്ടകന്നവനായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ ജീവിച്ചൊരു മനുഷ്യൻ. എന്നാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ വലിയൊരു സവിശേഷതയുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. എന്താണെന്നറിയാമോ? അവൻ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ, കണ്ടോ, വിരുന്ന് നാളെന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷത്തിൻ്റെ അവസരങ്ങൾ. സന്തോഷത്തിൻ്റെ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ മക്കളും താനോ ദൈവത്തോട് പാപം ചെയ്തിട്ടുണ്ടോ എന്ന് ഓർത്ത് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ദൈവത്തിന് ഹോമയാഗം അർപ്പിക്കുന്നു. അതായത് സന്തോഷത്തിൻ്റെ നേരങ്ങളിൽ ഇയ്യോബ് ദൈവത്തെ ഓർത്തു, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്കും അതിന് സാധിക്കണം. സന്തോഷ നേരങ്ങളിൽ ഈ ദൈവത്തെ കേൾക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. സങ്കട നേരങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ദൈവം അലറിപ്പറയുന്നുണ്ട്. ജോൺ ഓഫ് ആർക്ക് എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. ഈ ജോൺ ഓഫ് ആർക്ക് എന്ന് പറയുന്ന വിശുദ്ധനെ തീച്ചൂളയിലിട്ട് കൊല്ലാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഇപ്പം തീച്ചൂളയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യനേറെ പ്രതീക്ഷയോടുകൂടെ, പ്രത്യാശയോടുകൂടെ നിൽക്കുക. ഇത് കാണുമ്പോൾ രാജാവിന് വല്ലാത്ത അത്ഭുതം. സാധാരണ മരണമുഖത്ത് നമ്മളെല്ലാവരും തളർന്നു പോകും. പക്ഷെ ജോൺ ഓഫ് ആർക്ക് വളരെ കൂളായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ ജോൺ ഓഫ് ആർക്കിനോട് രാജാവ് ചോദിച്ചു, എന്താ ജോൺ ഓഫ് ആർക്ക്, ദൈവം നിന്നോട് മാത്രമേ സംസാരിക്കുന്നുള്ളതാണ് നീ ചിന്തിക്കുന്നത്? അപ്പം ജോൺ ഓഫ് ആർക്ക് പറഞ്ഞു, അല്ല രാജാവേ, ദൈവം അങ്ങയോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ അങ്ങത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ലെന്നേ ഉള്ളൂ. എങ്ങനെ? ദൈവം അങ്ങയോടും സംസാരിക്കുന്നുണ്ട്, പക്ഷെ അങ്ങത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെടുന്ന ഓരോ മനുഷ്യനും പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാ. ശിഷ്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം പറയുന്ന ചിലതൊക്കെ കേൾക്കാനെന്ന് കൂട്ടാക്കണം. കേൾക്കാൻ കൂട്ടാക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. അതാ പ്രശ്നം. ചിലതൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരും. ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ ഒരു ഗുരുവായിട്ട് കണക്കാക്കുന്ന മനുഷ്യനാണ് സോക്രട്ടീസ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ 2 യുവാക്കന്മാർ വന്നു.
അവരുടെ ആഗ്രഹം സോക്രട്ടീസിൻ്റെ ശിഷ്യഗണത്തിൽ അവരെ ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അപ്പോൾ രണ്ടുപേരും വന്നു കഴിഞ്ഞപ്പോൾ സോക്രട്ടീസ് അവരോട് പറഞ്ഞു, ശരി, നിങ്ങളൊരു കാര്യം ചെയ്യുക, എൻ്റെ ആശ്രമത്തിൻ്റെ കുറച്ചകലെയായിട്ട് ഒരു കുളമുണ്ട്, ആ കുളത്തിൽ നിങ്ങൾ കുറച്ചു നേരം ഒന്ന് പോയി നോക്കിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കുളത്തിൽ നോക്കിയിരിക്കാനായിട്ട് പോയി. കുളത്തിൽ കുറേ നേരം രണ്ടുപേരും ഇങ്ങനെ നോക്കിയിരുന്നു. നമുക്കറിയാം, കുളത്തിൽ കുറേ നേരം നോക്കിയിരുന്നു. അതിനുശേഷം രണ്ടുപേരും തിരികെ വന്നു. തിരികെ വന്നപ്പോൾ ഗുരുവായ സോക്രട്ടീസ് അവരോട് ചോദിച്ചു, നിങ്ങൾ കുളത്തിൽ നോക്കിയിരുന്നപ്പോൾ എന്നതാ കണ്ടേ? അപ്പം ആദ്യത്തെ ആൾ പറഞ്ഞു, ഞാൻ കുളത്തിൽ നോക്കിയിരുന്നപ്പോൾ ഞാൻ എൻ്റെ പ്രതിബിംബം കണ്ടു. ശരിയാണല്ലോ, ഒഴുക്കില്ലാത്ത ജലത്തിൽ നമ്മൾ നോക്കിയിരുന്നാൽ കാണുന്നത് എന്താ? നമ്മുടെ പ്രതിബിംബമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അതാ കണ്ടത്. രണ്ടാമത്തവനോട് ചോദിച്ചു, നീ എന്താ കണ്ടേ? അവൻ പറഞ്ഞു, ഞാൻ കുളത്തിൽ നോക്കിയപ്പോൾ കുറെ ചെറുമീനുകൾ ഈ കുളത്തിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഓടി നടക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ, കുളത്തിൻ്റെ അടിയിൽ ജീർണിച്ച അവസ്ഥയിലുള്ള കുറെ കരിയിലകൾ കിടക്കുന്നത് ഞാൻ കണ്ടു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, രണ്ടുപേരോടായിട്ട് പറഞ്ഞു, ആദ്യത്തെ ആളോട് പറഞ്ഞു, നിനക്ക് തിരികെ പോകാം. രണ്ടാമത്തവനോട് പറഞ്ഞു, നീ എൻ്റെ ശിഷ്യനായിക്കൊള്ളാൻ പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും ഒന്നും മനസ്സിലായില്ല, ഇത് എന്താ ഗുരു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗുരുവായ സോക്രട്ടീസ് വീണ്ടും വ്യക്തമാക്കി കൊടുത്തു, എല്ലാത്തിലും സ്വന്തം പ്രതിബിംബം മാത്രം കാണാൻ പറ്റുന്നവന് എൻ്റെ ശിഷ്യനാകാനായിട്ട് പറ്റത്തില്ല. മനസ്സിലായോ? എല്ലാത്തിലും സ്വന്തം പ്രതിബിംബം മാത്രം കാണാൻ പറ്റുന്നവന് എൻ്റെ ശിഷ്യനാകാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശിഷ്യനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലതും ത്യജിക്കേണ്ടതായിട്ട് വന്നേക്കാം. നമുക്ക് പ്രിയപ്പെട്ടവരെ, ഈ ത്യജിക്കുക, സഹനങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. 1971 ന്യൂയോർക്കിലെ സെൻറ്റ് ജോൺസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ഒരു സിംപോസിയം ഉണ്ട്. ആ സിംപോസിയത്തിൻ്റെ പേര് ഇങ്ങനെയായിരുന്നു, ഇൻ സെർച്ച് ഓഫ് ഗോഡ് അറ്റ് ദ ഓഷ്വിറ്റ്. ഇൻ സെർച്ച് ഓഫ് ഗോഡ് അറ്റ് ദ ഓഷ്വിറ്റ്. ഈ ഓഷ്വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ്. 6 മില്യൺ യഹൂദന്മാരെ കൊന്നൊടുക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നോ എന്നുള്ളതായിരുന്നു അവിടുത്തെ ചിന്താവിഷയം. ലോകത്ത് നിന്ന് പല പ്രമുഖരായ ആളുകളും ആ സിംപോസിയത്തിൽ തങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാനായിട്ട് വന്നു. അപ്പോൾ പലരും തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ഏറ്റവും അധികം അവിടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വാദം പറഞ്ഞത് യഹൂദ പ്രൊഫസറായിരുന്ന ഫാക്കൻഹൈൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, പഴയ നിയമത്തിൽ അദ്ദേഹം പറയുകയാണ്, വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് 2 വിധത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് 2 വിധത്തിൽ. ഒന്ന്, രക്ഷകനായ ദൈവമായിട്ട്. 2, കൽപ്പനകൾ നൽകുന്ന ദൈവമായിട്ട്, അഥവാ സംസാരിക്കുന്ന ദൈവമായിട്ട്. അദ്ദേഹം തുടർന്ന് വ്യക്തമാക്കി കൊടുത്തു. ആദ്യം പറഞ്ഞു, അതാ രക്ഷകനായ ദൈവം. അദ്ദേഹം പറഞ്ഞു, രക്ഷകനായ ദൈവത്തെ വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകം സന്ദർഭങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂപ്രയാണ കാലഘട്ടത്തിൽ അവർക്ക് മുമ്പിൽ പല വിധത്തിൽ അവതരിക്കുന്ന ദൈവത്തെക്കുറിച്ച്. തീച്ചൂളയിൽ കടന്നു വരുന്ന ഒരു ദൈവം, സിംഹക്കുഴിയിൽ കടന്നു വരുന്ന ദൈവം, അവരുടെ പ്രയാണ കാലഘട്ടങ്ങളിൽ അവർക്ക് തണലായി, അവർക്ക് ആശ്വാസമായി, അവർക്ക് സാന്ത്വനമായി കടന്നു വരുന്ന രക്ഷകനായ ഒരു ദൈവത്തെ നമുക്ക് പല സന്ദർഭങ്ങളിൽ കാണാൻ പറ്റും. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് സംസാരിക്കുന്ന ദൈവം, കൽപ്പനകൾ നൽകുന്ന ദൈവം, അഥവാ സംസാരിക്കുന്ന ദൈവം. അദ്ദേഹം പറഞ്ഞു, ഈ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുന്നത് സീനായി പർവ്വതത്തിലാണ്. കൽപ്പനകൾ നൽകുവാനായിട്ട് കടന്നു വരുന്ന ഒരു ദൈവം. അവിടെ ദൈവം കടന്നു വന്നേച്ചിട്ട് ഈ ജനത്തോട് പറയുന്നുണ്ട് ചില റിക്വയർമെന്റ്സ്, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില ആവശ്യകതകളെ കുറിച്ച് അവരോട് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുകയാണ്, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരിക്കലും നിങ്ങൾക്ക് രക്ഷകനായ ഒരു ദൈവത്തെ കാണാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സംസാരിക്കുന്ന ഒരു ദൈവത്തെയാണ്. അപ്പോൾ അത് കേട്ടിരുന്ന ആൾക്കാർ ചോദിച്ചു, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എവിടെയാ, ആരാ ദൈവം സംസാരിച്ചത് കേട്ടിട്ടുള്ളേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നടന്ന ക്രൂരതയാർന്ന കൊലപാതകങ്ങളെക്കുറിച്ചൊക്കെ പുറലോകം അറിഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്ന് കിട്ടിയ കല്ലും മണ്ണും ഒക്കെ എടുത്തേച്ചിട്ട് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ ഭിത്തികളിൽ എഴുതി വെച്ച ചില വാചകങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെയാണ് അറിഞ്ഞത്. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പ് ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ.
പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള കുറിപ്പുകളിലൂടെയാണ് അവിടെ നടന്ന ക്രൂരത എന്താണ് എന്ന് ലോകം അറിഞ്ഞത്. അതിൽ പ്രസക്തമായ ഒരു വാചകം അദ്ദേഹം അവിടെ പറഞ്ഞു. അതിങ്ങനെയാണ്: സൂര്യപ്രകാശം വരുന്നില്ലെങ്കിലും ഞാൻ സൂര്യനിൽ വിശ്വസിക്കുന്നു, നിശബ്ദനാണെങ്കിലും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: സൂര്യപ്രകാശം വരുന്നില്ലെങ്കിലും ഞാൻ സൂര്യനിൽ വിശ്വസിക്കുന്നു, നിശബ്ദനാണെങ്കിലും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന. കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ഭിത്തിയിൽ ഒരു മനുഷ്യൻ എഴുതി വച്ചിരുന്ന വാചകമാണ്. സൂര്യപ്രകാശം കടന്നു വരുന്നില്ലെങ്കിൽ സൂര്യനില്ലെന്നാണോ അതിൻ്റെ അർത്ഥം? ആണോ അതിൻ്റെ അർത്ഥം? ആണോ? അല്ല. ആ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുകയാണ്, സൂര്യപ്രകാശം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ അകത്തില്ല, പക്ഷെ സൂര്യനുണ്ട് എന്ന് പറഞ്ഞതുപോലെ ദൈവം നിശബ്ദനാണെങ്കിലും, പ്രിയപ്പെട്ടവർ, ആ മനുഷ്യൻ പറയുക, നിശബ്ദനാണെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. പലപ്പോഴും ദൈവത്തിൻ്റെ നിശബ്ദത നമ്മെ വല്ലാതെ ഭാരപ്പെടുത്താറുണ്ട്. ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഞായറാഴ്ച നമ്മൾ സഖരിയ പുരോഹിതനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ചയായിരുന്നു. ആ ഞായറാഴ്ചയിലെ വേദഭാഗത്തിൽ, പ്രിയപ്പെട്ടവരെ, നാം കാണുന്നത് നൂറ്റാണ്ടുകൾ നീണ്ട നിശബ്ദതയ്ക്ക് ഒരു മറുപടി കിട്ടുന്നതാണ്. ഞാൻ ആ വേദഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. ഒരുപക്ഷെ സഖരിയ പുരോഹിതനും എലിസബത്തിനും വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിയും മുമ്പ് ഒരു കുഞ്ഞ് ജനിക്കുകയായിരുന്നു. എന്തായിരുന്നു കുഴപ്പം? വല്ല കുഴപ്പമുണ്ടായിരുന്നോ? ഏതാണെങ്കിലും കുഞ്ഞിനെ കൊടുക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അത് അല്പം നേരത്തെ ആകാരുന്ന വല്ല കുഴപ്പം ഉണ്ടായിരുന്നോ? പിന്നെ എന്തിനാ കാത്തിരിക്കാൻ പറഞ്ഞേ? ഞാനതിന് ദൈവാശ്രയത്തോടുകൂടെ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ബോധ്യമുണ്ട്. സഖരിയ പുരോഹിതനും എലിസബത്തിനും വിവാഹം കഴിഞ്ഞ് ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടാകുകയായിരുന്നെങ്കിൽ ആ കുഞ്ഞ് അന്നുണ്ടായിരുന്ന ആയിരക്കണക്കിന് പുരോഹിതന്മാരിൽ ഒരു പുരോഹിതനായിട്ട് മാത്രം മാറ്റപ്പെടുമായിരുന്നു. പക്ഷേ ഒരു കാത്തിരിപ്പുണ്ടായി കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഉണ്ടായ കുഞ്ഞ് ആരായിരുന്നു അവൻ? കർത്താവിൻ്റെ മുന്നോടി. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ ശ്രേഷ്ഠനായ, വലിയവനായ മറ്റാരുമില്ലെന്നുള്ള വാഴ്ത്തുപാട്ട് കേൾക്കാൻ പറ്റി. ആർക്ക്? എലിസബത്തിനും സഖരിയ പുരോഹിതനും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. കാത്തിരിപ്പുകൾ, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ദൈവം പ്രവർത്തിക്കാതിരിക്കുന്ന അവസ്ഥയല്ല. ദ പ്രോസസ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ. എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുക. നമുക്കറിയില്ല, പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിക്കുന്നതെന്ന്. ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറിക്കൊണ്ടിരിക്കുക. കാത്തിരിപ്പ് നമ്മെ അലോസരപ്പെടുത്താറുണ്ട് പലപ്പോഴും. എന്നാൽ പ്രിയപ്പെട്ടവരെ, കാത്തിരിപ്പ് ഈ ഭൂമിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് കടന്നു വരണമെങ്കിൽ എത്ര നാൾ കാത്തിരിക്കണം? അതേലും ഒന്ന് പറഞ്ഞേ. എത്രയാ? അതേലും ഒന്ന് പറ. എത്രയാ? 9 മാസവും 9 ദിവസവും കാത്തിരിക്കണം. ഒരു ചെടി നട്ടു, ഫലം ഉണ്ടാകണമെങ്കിൽ കാത്തിരിക്കണോ? അതോ ഇവിടെയൊക്കെ ഇന്ന് കുഴിച്ചു വെച്ചാൽ നാളെ രാവിലെ തന്നെ ഉണ്ടാവുമോ? അങ്ങനെയാണോ? കാത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, നിയതമായ ഒരു കാത്തിരിപ്പ് ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളോട് പറയുക, കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നിശബ്ദതയെ നമ്മൾ ഒരിക്കലും, ദൈവം പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. ദ പ്രോസസ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ. നമുക്കറിയില്ല, നമുക്ക് അജ്ഞാതമാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമുക്ക് അജ്ഞാതമാണ്. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജീവിച്ചിരുന്ന ഒരു നോബൽ പ്രൈസ് വിന്നർ ഉണ്ടായിരുന്നു. ഏലി വീസൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഏലി വീസൽ. ഈ ഏലി വീസൽ എന്ന് പറയുന്ന മനുഷ്യൻ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ ദ നൈറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അത് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എല്ലാവർക്കും ഏറെ സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു, ഒരു 10 വയസ്സുകാരൻ. എല്ലാവർക്കും ഏറെ സ്നേഹമായിരുന്നു ആ കുഞ്ഞിനെ. ഒരു ദിവസം, പ്രിയപ്പെട്ടവർ, ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ രീതികൾ എന്ന് പറയുന്നത്, എല്ലാ ദിവസവും രാവിലെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ ഗ്രൗണ്ടിൽ ചില കഴുമരങ്ങൾ ഉയർത്തപ്പെടും. അന്ന് എത്ര പേരാണോ മരിക്കേണ്ട അത്രയും ആളുകളുടെ അത്രയും കഴുമരങ്ങൾ ആ ഗ്രൗണ്ടിൽ കാണും. ഒരു ദിവസം നോക്കിയപ്പോൾ 3 കഴുമരങ്ങളാണ്
ഉയർത്തപ്പെട്ടിരിക്കുന്നത്. അപ്പം മനസ്സിലായി 3 ആളുകളാണ് മരിക്കാൻ പോകുന്നത്. ആരാണെന്ന് അറിയില്ല. പ്രിയപ്പെട്ടവരെ, രാവിലെ പേര് വിളിക്കുകയാണ്. ആദ്യം പേര് വിളിച്ചത് 2 യുവാക്കന്മാരുടെ പേരാണ്. മൂന്നാമത് പേര് വിളിച്ചത്, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഏറെ സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്ന ഈ 10 വയസ്സുകാരനെയാണ്. ഈ കുഞ്ഞിൻ്റെ പേര് വിളിച്ചപ്പോൾ ആളുകളെല്ലാം ഈ കൊല നടത്താനായിട്ട് ഒരുങ്ങിയ ആരാച്ചാരോട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഒന്ന് ഒഴിവാക്കണം, ഈ കുഞ്ഞിനെ കൊല്ലരുത്. പക്ഷേ ആരാച്ചാര് പറഞ്ഞു, ഇത് ഇവിടുത്തെ നിയമമാണ്, ഇവിടുത്തെ നിയമങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല. ആരുടെ പേര് വിളിക്കുന്നോ അവർ മരിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ കുഞ്ഞിനെയും 2 യുവാക്കന്മാരെയും കൊല്ലാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. കഴുത്തിൽ പ്രിയപ്പെട്ടവരെ കുരുക്ക് മുറുക്കി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുരുക്ക് മുറുക്കി നിൽക്കുമ്പോൾ ഈ കുഞ്ഞ് തൻ്റെ പാൽപ്പല്ലുകൾ കാട്ടി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ നോക്കി ചിരിക്കുകയാണ്. എല്ലാവരെയും കൈകാട്ടി അവനിങ്ങനെ കൈവീശി കാണിക്കുകയാണ്. അവനറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം വലിയ വായിൽ നിലവിളിച്ചു. അവർ ചോദിച്ചു, ദൈവമേ നീ എവിടെയാ? ദൈവമേ നീ എവിടെയാ? ദൈവമേ നീ എന്താ നിശബ്ദനായിട്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവർ, ഈ ആരാച്ചാര് കുറച്ച് നേരത്തിന് ശേഷം ഈ 3 പേരെയും തൂക്കിലേറ്റി. ആദ്യത്തെ 2 പേരും പെട്ടെന്ന് തന്നെ മരിച്ചു. യുവാക്കന്മാർ 2 പേരും പെട്ടെന്ന് മരിച്ചു. ഈ കുഞ്ഞ് വേഗത്തിൽ മരിക്കുന്നില്ല. ജീവശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞ് കൈകാലുകളിട്ടടിക്കുന്ന കാഴ്ച കാണുമ്പോൾ എലി വീസൽ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ദൈവത്തെ തള്ളിപ്പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, ഞാനിങ്ങനെ ദൈവമേ നീ എവിടെയാണ് എന്ന് വലിയ വായിൽ നിലവിളിച്ചപ്പോൾ എൻ്റെ ചെവിയിൽ ഒരു ശബ്ദം ഞാൻ കേട്ടു, ദൈവം ബാലൻ്റെ കൂടെയുണ്ട്. ദൈവം ആരുടെ കൂടെയുണ്ട്? ബാലൻ്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നാം മനസ്സിലാക്കണം. കഷ്ടതകളിൽ, വേദനകളിൽ ദൈവം എവിടെ? ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മെ കരുതുന്നവനാ. ഒരു 4 വരി നമുക്ക് ചേർന്ന് പാടാം. ദൈവത്തിൻ്റെ കരുതലിനെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന പറയുന്നൊരു ഗീതമുണ്ട്. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. അനർത്ഥങ്ങളിൽ, ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. അനർത്ഥങ്ങളിൽ, ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. കഴുകൻ തൻ കുഞ്ഞിനെ കാക്കും പോലെ, കോഴി തൻ കുഞ്ഞിനെ നോക്കും പോലെ. എങ്ങനെയാ? കഴുകൻ തൻ്റെ കുഞ്ഞിനെ കരുതും പോലെ, കോഴി തൻ്റെ കുഞ്ഞിനെ നോക്കും പോലെ, അതുപോലെ ദൈവം നമ്മെ കരുതുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ബോധ്യം ഉണ്ടാകണം, ദൈവം നമ്മോട് കൂടെയുണ്ട്. അപ്പം ആദ്യമായി നാം കാണുന്ന ദൈവം ഈ ഒരു വാഗ്ദത്തം പറയുന്നത് നൈരാശ്യത്തിൻ്റെ കാണാക്കയങ്ങളിൽ മുങ്ങിത്താന്നുപോയ ആരോട്? യാക്കോബിനോട്. രണ്ടാമത് ഇത് പറയുന്നത് ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലാണ്. ആവർത്തന പുസ്തകം എന്ന് പറയുന്ന 31-ാം അധ്യായം എന്ന് പറയുന്നത് മോശയുടെ വിടവാങ്ങൽ പ്രസംഗമാണ്. മോശയുടെ വിടവാങ്ങൽ പ്രസംഗം നമുക്കറിയാം. 400 കൊല്ലം അടിമനുഖത്തിലായിരുന്ന ഒരു ജനത്തെ അത്ഭുതകരമായി മരുഭൂമിയിലൂടെ നയിച്ച മനുഷ്യനായിരുന്നു ആര്? മോശ. അങ്ങനെ മോശ ഈ ജനത്തെ കാദേശ് മരുഭൂമി വരെ കൊണ്ടുചെന്നെത്തിച്ചു. കാദേശ് മരുഭൂമിയിൽ എത്തിയപ്പോൾ ദൈവം മോശയെ വിളിച്ചു. മോശ വിളിച്ചേച്ചിട്ട് ഈ കനാൻ എന്ന് പറയുന്ന ദേശം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇതാണ് കനാൻ ദേശം, ഇത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് മോശയോട് പറഞ്ഞു, ഈ സ്ഥലത്തേക്ക് നിനക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല, നിനക്കിവിടെ പ്രവേശിക്കാൻ അനുവാദമില്ല. അവിടേക്ക് ഇനി ജനത്തെ നയിക്കാൻ പോകുന്നത് നിന്റെ കൂടെയുള്ള യോശുവയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി പ്രയാസം ഉണ്ടാകും. കാരണം ഇത്രമാത്രം
ഒരു ജനത്തെ കൊണ്ടുവന്നേച്ചിട്ട് അവിടെ ഒന്ന് എത്താൻ പറ്റിയല്ലാത്ത അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മളാണ് ദൈവത്തോട് ചോദിക്കുന്നത്, ദൈവം ഒരു ചെറിയൊരു അവസരം കൂടെ. പക്ഷെ മോശ ഒന്നും പറഞ്ഞില്ല. മോശ ഒരു എക്സ്ക്യൂസും പറഞ്ഞില്ല. മോശ ദൈവത്തിൻ്റെ വാക്ക് കേട്ടു. അവൻ എന്നുവെച്ചിട്ട് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വന്നേച്ചിട്ട് ദൈവജനത്തോട് പറയുകയാണ്, എനിക്കിനി വരാനും പോകാനും ഉള്ള കഴിവൊന്നുമില്ല, വരാനും പോകാനുമുള്ള കഴിവൊന്നുമില്ല. ഇനി ഈ ജനത്തെ നയിക്കാൻ പോകുന്നത് ആരാണ്? യോശുവയാണ്. എന്നോടുകൂടെ ദൈവം ഇരുന്നത് പോലെ തന്നെ ഈ യോശുവയോടുകൂടെ നിങ്ങളോടുകൂടെ തുടർന്നും ദൈവം ഉണ്ടാവും. അദ്ദേഹം പറയുകയാണ്, നിങ്ങളോടുകൂടെ ഈ ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്ക് കാണുകയാണ്, മോശ പറയുകയാണ്, ഈ ദൈവം ഇതുവരെ നിങ്ങളെ നയിച്ചത് ദൈവമാണ്. ഇനിയും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇതുവരെ നിങ്ങളെ നയിച്ചത് ദൈവമാണ്, ഇനിയും നിങ്ങളെ നയിക്കാൻ പോകുന്നത് ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ അന്ത്യനേരത്ത് ഒരു മനുഷ്യൻ പറയുകയാണ്, ഇതുവരെ നിങ്ങളെ നയിച്ചത് ദൈവം, ഇനി നിങ്ങളെ നയിക്കാൻ പോകുന്നത് ദൈവം. പ്രിയപ്പെട്ടവരെ, അതാണ് മോശ പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഇത്ര അത്ഭുതകരമായിട്ടൊരു ജനത്തെ നയിച്ചപ്പോൾ നമ്മൾ അഭിമാനത്തോടുകൂടെ പറഞ്ഞേനെ, ഞാനാ നയിച്ചത്, അല്ലേ, ഞാനാ നിങ്ങളെ നടത്തിയെന്ന് പറഞ്ഞേനെ. പക്ഷെ മോശ പറയുകയാണ്, ഞാനല്ല നയിച്ചത്, ദൈവമാ നയിച്ചത്. മോശ ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിത സായാഹ്നങ്ങളിൽ ദൈവം കൂടെ. 31 അധ്യായത്തിന് 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 31:6, ആവർത്തനം 31:6 വായിച്ചേ. ബലവും ധൈര്യവുമുള്ളവരായിരിക്കും, വായിച്ച് മൈക്ക് ഓൺ 31:6 ഒന്ന് വായിച്ചേ. ബലവും ധൈര്യവുമുള്ളവരായിരിപ്പീൻ, ബലവും ധൈര്യവുമുള്ളവരായിരിപ്പീൻ, അവരെ പേടിക്കരുത്, അവനെ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു, നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല, അവൻ നിന്നെ കൈവിടില്ല. പ്രിയപ്പെട്ടവർ, ഈ ജനത്തോട് ദൈവം മോശ പറയുകയാണ്, യഹോവയായ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്, ഇതുവരെ നിങ്ങളെ നടത്തിയ ദൈവം തുടർന്നും നിങ്ങളോട് കൂടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ഇന്ന് ചിന്തിക്കുന്നത് നമുക്ക് ശേഷം പ്രളയമെന്നാ. അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്? നമ്മളില്ലേ സഭയുണ്ടോ? നമ്മളില്ലേ പള്ളിയുണ്ടോ? നമ്മളില്ലേ നമ്മുടെ കുടുംബമുണ്ടോ? ഒന്നുമില്ല. ഇതാ നമ്മുടെ ചിന്ത. എന്നാൽ പ്രിയപ്പെട്ടവർ, ഈ മനുഷ്യൻ പറയുകയാണ്, ഇതുവരെ നിങ്ങളെ നടത്തിയത് ദൈവം, ഇനി നടത്താൻ പോകുന്ന ദൈവം, ആ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ഈ ദൈവനിഷേധ ചിന്തകൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച ഒരു മനുഷ്യനുണ്ട്. ഫ്രെഡറിക് നീഷെ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ഈ ഫ്രെഡറിക് നീഷെ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിലെത്തുമ്പോൾ മനുഷ്യന് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ളൊരു പ്രാപ്തി വരും. അങ്ങനെ ഒരു പ്രാപ്തി നമുക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല. അദ്ദേഹം പറഞ്ഞതാ, ഫ്രെഡറിക് നീഷെ എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ തികഞ്ഞ ഒരു ദൈവനിഷേധിയായ മനുഷ്യനായിരുന്നു. ഞാൻ പറയും, മോശയും നീഷയും തമ്മിലുള്ള വ്യത്യാസം, അവരുടെ പേരുകൾ തമ്മിൽ വളരെ സാമ്യമുണ്ട്, മോശയും നീഷയും. ഈ മോശയും നീഷയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അത്ഭുതകരമായ ഒരു ജനത്തെ നയിച്ച മനുഷ്യൻ പറഞ്ഞു, എന്നാ പറഞ്ഞേ, ഐ എം എ മിയർ ഹ്യൂമൻ ബീയിങ്, ഞാനൊരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. പക്ഷെ മറ്റേ ആൾ പറഞ്ഞാ, ഞാൻ സൂപ്പർ ഹ്യൂമനാ. മോശയ്ക്ക് താൻ ഒരു സൂപ്പർ ഹ്യൂമനാണെന്ന് പറയാനായിട്ടുള്ള എല്ലാ അവകാശവും ഉണ്ടായിരുന്നു. കാരണം അവൻ അത്ഭുതകരമായി ജനത്തെ നയിച്ചവനാണ്, ഇന്ന് വരെയും കാണാത്ത വിധത്തിൽ ദൈവജനത്തെ നയിച്ചവൻ. പക്ഷേ അങ്ങനെ നയിച്ച മോശ പറഞ്ഞു, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമുക്ക് നൽകുന്ന കഴിവാണ് നമുക്കുള്ളതെല്ലാം. നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോവുകയാണ്. 4-5 സുഹൃത്തുക്കൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഉച്ചസമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തി. സുഹൃത്തിൻ്റെ ഭാര്യ നല്ല രുചികരമായ നല്ല മണമുള്ള ഒരു സുഗന്ധമുള്ളൊരു ചായ കൊണ്ടുവന്നു. ആ ചായ കൊണ്ടുവന്നത് അതിനേക്കാൾ മനോഹരമായ ഒരു കപ്പിലായിരുന്നു. അപ്പം എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുക.
ഈ ചായ കുടിക്കുന്ന സമയത്ത് ഈ ചായ കുടിക്കുന്ന ആൾക്കാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്നറിയാമോ? ഈ ചായ കൊണ്ടുവന്ന കപ്പിനെ കുറിച്ച്. ഒരാൾ പോലും ഈ സുഗന്ധമുള്ള നല്ല രുചിയുള്ള ഈ ചായയെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല. പ്രിയമുള്ളവർ, എന്താ നമ്മുടെ ശ്രദ്ധ പലപ്പോഴും കണ്ടെയ്നറിലായി പോകുന്നുണ്ട്. കണ്ടന്റിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. കണ്ടെയ്നറിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ. ഈ പുറത്തുള്ളതിനെ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. തമ്പുരാൻ നോക്കുന്നത് എൻ്റെ എസൻസാണ്, എൻ്റെ ഉള്ളിൽ എന്തുണ്ടെന്നുള്ളതാണ്. നമുക്ക് പരിചയമുള്ള ഒരു സംഗീത ഉപകരണമുണ്ട്, ഫ്ലൂട്ട്. ഈ ഫ്ലൂട്ട് നമുക്കറിയാം, സുഷിരങ്ങളൊക്കെ ഉള്ള ഒരു സംഗീത ഉപകരണമാണ്. ഇത് വായിക്കാൻ അറിയാവുന്ന ഒരാൾ ഈ ഫ്ലൂട്ട് തൻ്റെ ചുണ്ടോട് ചേർത്ത് പിടിച്ച് തൻ്റെ ശ്വാസം അതിലൂടെ ഇങ്ങനെ കടത്തിവിടും. എന്നുവെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ അതിലൂടെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മനോഹരമായ സംഗീതം പുറത്തു വരും. ഇതിലൊരു ചോദ്യമുണ്ട്, ഇതിൽ ഫ്ലൂട്ടിൻ്റെ കഴിവ് എത്ര, ഇത് വായിക്കുന്ന ആളുടെ കഴിവ് എത്ര? ഫ്ലൂട്ടിൻ്റെ കഴിവ് എത്രയാ? ശതമാനത്തിൽ പറഞ്ഞാൽ മതി. എത്ര ശതമാനമുണ്ട് ഫ്ലൂട്ടിൻ്റെ കഴിവ്? ചോദ്യമൊന്നും പറഞ്ഞിട്ട് ഉത്തരവൊന്നും കിട്ടുന്നില്ല. 1% എന്ന് ഞാൻ പറയാം, ഞാൻ തന്നെ പറഞ്ഞേക്കല്ല. ഫ്ലൂട്ടിൻ്റെ കഴിവ് 1%. ഈ വായിക്കുന്ന ആളുടെ കഴിവ് എത്രയാണെന്നറിയോ? 99%. എൻ്റെ കൈ കൊണ്ട് ഫ്ലൂട്ട് തന്നാൽ എനിക്ക് വായിക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെ കഴിവ്, പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ വായിക്കാൻ അറിയാവുന്ന ആൾ, അതായത് ഫ്ലൂട്ടിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിലേക്ക് സംഗീതം അതിലേക്ക് ശ്വാസം കടത്തി വിടുന്ന ആളുടെ കഴിവാണ് ആ മനോഹരമായ സംഗീതം പുറത്തു വരാനായിട്ട് കാരണമായി തീരുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും കഴിവുള്ളവരാണെങ്കിൽ എന്തുകൊണ്ടാണെന്നറിയാവോ? തമ്പുരാൻ ജീവശ്വാസം എന്നിലേക്ക് നിങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചത് കൊണ്ടാണ്. തമ്പുരാൻ എന്നിലേക്ക് നിങ്ങളിലേക്ക് ജീവശ്വാസം സന്നിവേശിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ പ്രഗത്ഭനാകുന്നത്, ഞാൻ ശ്രേഷ്ഠനാകുന്നത്. ഈ ശ്വാസം സന്നിവേശിപ്പിച്ചില്ലെങ്കിലോ, ഈ സന്നിവേശിപ്പിച്ച ശ്വാസം പുറത്തേക്ക് വിട്ടു, അത് അകത്തോട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? അതുവരെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല പേരൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ഈ ശ്വാസം പുറത്തോട്ട് പോയിട്ട് അകത്തോട്ട് എടുത്തില്ല. ഇപ്പം എന്നാ പേരെന്നതാ? വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്കും, നാളെ വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്കും ചോദിക്കും ബോഡി എപ്പോഴാ അല്ലേ? പിന്നെ പേരുണ്ടോ? ശ്വാസം. പ്രിയപ്പെട്ട, ശ്വാസം സന്നിവേശിപ്പിച്ച ദൈവം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് കണ്ടെയ്നർ അല്ല പ്രിയപ്പെട്ടവരെ, കണ്ടന്റാണ് പ്രധാനം. നമുക്കിന്ന് വല്ലാത്ത സെൽഫ് സെൻറ്റേർഡ്നെസ്സാണ്. അതിൽ നിന്നൊരു ഗോഡ് സെൻറ്റേർഡ്നെസ്സിലേക്ക് നമ്മൾ വരണം. നമ്മൾ വല്ലാത്ത സെൽഫ് സെൻറ്റേർഡ്നെസ്സാണ്. ഞാൻ എന്നുള്ള ചിന്ത. അതിൽ നിന്നൊരു ദൈവ കേന്ദ്രീകൃതമായ ഒരു ജീവിതശൈലി നമുക്കുണ്ടാകണം. ഈ ലോകത്തെ ഏറ്റവും നല്ല രാജ്യം ഏതാ? ഇന്ത്യയിലായിരിക്കുന്നത്. പറ, എവിടെയാ? ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനം കേരളം. കേരളത്തിലെ ഏറ്റവും നല്ല ജില്ല എറണാകുളത്തെ ഏറ്റവും നല്ല പള്ളി അത് പള്ളിക്കര പള്ളിയാ. പള്ളിക്കര പള്ളിയിലെ ഏറ്റവും നല്ല വീടോ? ആ വീട്ടിലെ ഏറ്റവും നല്ല ആളാരാ? ഈ വിഡ്ഢിത്തരം ആദ്യം മാറണം. ഈ ഞാനെന്ന ഈ അമിത ചിന്ത പ്രിയപ്പെട്ടവരെ മാറണം. നമ്മളിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അമിതമായ സെൽഫ് സെൻറ്റേർഡ്നെസ്സാണ്. ഒരു ദൈവാശ്രയത്വത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് മാറാനായിട്ട് സാധിക്കണം. ഓർമ്മപ്പെടുത്തുകയാണ് മോശ. വേഗത്തിൽ പോകട്ടെ, സമയം അവസാനിക്കുകയാണ്. മൂന്നാമത് ഈ വാഗ്ദത്തം ദൈവം പറയുന്നത് ആരോട്? യോശുവ 1:5. യോശുവ 1:5 വേഗത്തിൽ വായിക്കണേ. യോശുവ 1:5. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല. ഞാൻ നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇത് മൂന്നാമത് ആരോടാ പറയുന്നേ? ആരോടാ പറയുന്നേ? യോശുവയുടെ പുസ്തകത്തിൽ ആരോടാ പറയുന്നേ? യോശുവയുടെ പുസ്തകത്തിൽ ദാവീദിനോട് അത് പറയുമോ? ഇല്ല. ആരോടാ പറയുന്നേ? യോശുവയോട് പറയുക. പ്രിയപ്പെട്ടവരെ, യോശുവയോട് പറയുക. അതായത് യോശുവ, മോശയ്ക്ക് ശേഷം ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത് ആരാണ്? യോശുവ.
യോശുവ ഈ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ യോശുവയുടെ ഉള്ളിൽ വലിയ ഒരു ആശങ്കയുണ്ട്. കാരണം മോശ അത്ഭുതകരമായിട്ട് ജനത്തെ നയിച്ചവനാ. അതുപോലെ ഈ ജനത്തെ നയിക്കാനായിട്ടുള്ള കപ്പാസിറ്റി എനിക്കില്ല. കാരണം ഞാൻ ആകപ്പാടെ ഇസ്രായേലിൻ്റെ 1-2 ഗോത്രങ്ങളെ മാത്രം നയിച്ചുള്ള ആളാണ് യോശുവ പറയുക, ഞാൻ അങ്ങനെ ഒരാളാണ്. എന്നാൽ മോശ 12 ഗോത്രങ്ങളെ നയിച്ചവനാ, അത്ഭുതകരമായിട്ട് നയിച്ചവനാ. അപ്പം അതിനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് മോശ ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ യോശുവ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം യോശുവയോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അതായത് പറയുകയാണ്, അനുഗ്രഹത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും ഒക്കെ തുടർച്ച തുടർന്നുകൊണ്ട്. പ്രിയപ്പെട്ടവർ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളും പലപ്പോഴും ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ വല്ലാതെ ഭയപ്പെടാറുണ്ട്, ഇല്ലേ? എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാനായിട്ട് നമുക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ടോ? ചില കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, തമ്പുരാനെ ഞാൻ അത് ഏറ്റെടുത്താൽ ശരിയാവുമോ, എനിക്കതിനുള്ള കഴിവുണ്ടോ? നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഭാരപ്പെടാറുണ്ട്. എന്നാൽ തമ്പുരാൻ പറയുകയാണ്, അനുഗ്രഹത്തിൻ്റെ തുടർച്ച, സാന്നിധ്യത്തിൻ്റെ തുടർച്ച ഉണ്ട്. മോശയോടുകൂടെ ഞാൻ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഞാൻ ഇരിക്കും. പ്രിയപ്പെട്ടവർ, അതിന് ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, തമ്പുരാനോട് ചേർന്നിരുന്നാൽ മതി. മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് ഏറെ ചിന്തോദീപകമായ ഒരു ചലച്ചിത്രം, കുറേ നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയൊരു ചലച്ചിത്രമാണ് ട്രാഫിക് എന്ന് പറയുന്നൊരു ചലച്ചിത്രമുണ്ട്. അത് കാണാനായിട്ടിടയായി. ഈ ട്രാഫിക് എന്ന് പറയുന്ന ചലച്ചിത്രത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് ഈ ഹൃദയം കൊണ്ടുപോകണം. റോഡ് മാർഗ്ഗമാണ് കൊണ്ടുപോകണ്ടേ. അപ്പോൾ റോഡ് മാർഗ്ഗം ഇത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പലരും ഈ കാര്യങ്ങൾ ഏറ്റെടുക്കാനായിട്ട്, ഈ ഒരു ഉത്തരവാദിത്വം നിറവേറ്റാനായിട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ സഹപ്രവർത്തകരുടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ട് ഈ ഹൃദയം ഈ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ സഹായിക്കണം. അപ്പോൾ ഒരു മനുഷ്യനും സഹകരിക്കാനായിട്ട് മുമ്പോട്ട് വരുന്നു. എല്ലാവരും നിശബ്ദരായിട്ട് ഇങ്ങനെ കസേരയിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ആകപ്പാടെ പ്രയാസമായി. അപ്പം അദ്ദേഹം അവരെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക് തുടർന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞേ, നിങ്ങളൊരു നോ പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഏതൊരു ദിവസം പോലെ ഈ ദിവസവും അങ്ങനെ അങ്ങ് കടന്നു പോകും. എന്നാൽ നിങ്ങളൊരു യേസ് പറഞ്ഞാലോ അതൊരു ചരിത്രമാകും. മറ്റു പലർക്കും യേസ് പറയാനായിട്ട് കരുത്ത് നൽകുന്ന ഒന്നായിട്ട് അത് മാറും. എന്നെ ഏറെ ആകർഷിച്ചൊരു വാചകമാണ്. പ്രിയപ്പെട്ടവരും ശ്രദ്ധിച്ച്, നിങ്ങളൊരു നോ പറഞ്ഞാൽ, അവരോട് പറയുക, നിങ്ങളൊരു നോ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഏതോ ഒരു ദിവസം പോലെ ഈ ദിവസവും കടന്നു പോകും. എന്നാൽ നിങ്ങളൊരു യേസ് പറഞ്ഞാലുണ്ടല്ലോ അത് ഒരു ചരിത്രമാകും എന്ന് മാത്രമല്ല, മറ്റു പലർക്കും യേസ് പറയാനായിട്ട് കരുത്ത് നൽകുന്ന ഒന്നായിട്ട് പ്രിയപ്പെട്ടവരെ അത് മാറ്റപ്പെടും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രിയപ്പെട്ടവരെ പ്രയാസഘട്ടങ്ങളിൽ തമ്പുരാനോട് ചേർന്ന് നിന്നാൽ മതി. യോശുവ ദൈവത്തോട് ചേർന്ന് നിന്നത് എങ്ങനെയാണെന്ന് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ദൈവത്തോട് അവൻ പറ്റിച്ചേർന്ന് നിന്നു. നമ്മുടെ ജീവിതയാത്രകളിൽ നമുക്ക് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കാനായിട്ട് സാധിച്ചാൽ മതി. ഈ കൺവെൻഷനൊക്കെ നടന്നതിന് ശേഷം ദൈവം എന്നോട് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിത്തിങ് ഫ്രഷ്, എന്തെങ്കിലും പുതുതായിട്ടുണ്ടോ? പുതിയ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടോ? ഇന്നത്തെ പ്രസംഗം കഴിഞ്ഞ് പോകുമ്പോൾ, അല്ലെങ്കിൽ 5 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നമുക്കറിയാം. അതുകൊണ്ട് ഏത് കാര്യവും ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നാൽ സാധിക്കും. സ്റ്റാർട്ട് എന്നുള്ളത് വളരെ എളുപ്പമാണ്. ഏത് കാര്യം തുടങ്ങാൻ വളരെ എളുപ്പമാണ്, അത് അവസാനിപ്പിക്കാനും വളരെ എളുപ്പമാണ്. എന്നാൽ അത് നിലനിർത്തുക അത് പ്രയാസകരമായൊരു കാര്യമാണ്. ദൈവത്തോട് ചേർന്ന് നിന്നാൽ പ്രിയപ്പെട്ടവർ ഏത് കാര്യവും നമുക്ക് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ തുടക്കങ്ങളിൽ, സമയം അവസാനിക്കുന്നതുകൊണ്ട് വേഗത്തിൽ പറയട്ടെ, ജീവിതത്തിൻ്റെ തുടക്കങ്ങളിൽ നമ്മൾ ഒട്ടും അമാന്തിക്കേണ്ട കാര്യമില്ല. തമ്പുരാനോട് ചേർന്ന് നിന്ന് മുമ്പോട്ട് പോക്കോ, ഏത് കാര്യങ്ങളും നടത്താൻ നമുക്ക് സാധിക്കും. യോശുവയോട് ദൈവം പറയുക, അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ തുടർച്ച മോശയോടുകൂടെ ഉണ്ടായിരുന്നതുപോലെ നിന്നോടുകൂടെയും ഉണ്ട്. ഇപ്പം മൂന്നാമത് ദൈവം ഈ വാഗ്ദത്തം പറയുന്നത് ആരോടാ? യോശുവയോട്. നാലാമത് ഒരാളോടുകൂടെ പറയുന്നുണ്ട്. അത് പറയാൻ മുഴുവൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വേഗത്തിൽ പറയാം. അത് പറയുന്നത്
1 ദിനവൃത്താന്തം 28-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലാണ്. അവിടെ നാം കാണുന്നത് ദാവീദിനെയും ശലോമോനെയുമാണ്. ദാവീദിനെയും ശലോമോനെയും. ശലോമോൻ, ദാവീദ് ഇസ്രായേലിന് വേണ്ടി ഒരു ദേവാലയം പണിയാൻ വല്ലാതെ ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു. അവൻ്റെ ആഗ്രഹം അവൻ നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക, ഞാനൊരു ദേവാലയം പണിയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അതിനെന്താ കുഴപ്പം, നീ ദൈവപുരുഷനാ, നിനക്കൊരു ദേവാലയം പണിയുന്നതിന് ഒരു കുഴപ്പമില്ല, നീ പണിതോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവൻ അനുവാദമൊക്കെ കൊടുത്ത് കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഈ നാഥാൻ പ്രവാചകനെ തടസ്സപ്പെടുത്തിയിട്ട് പറഞ്ഞു, നീ പോയി തിരികെ പോയി പറ, ദാവീദ് ഇസ്രായേലിൻ്റെ ദേവാലയം പണിയേണ്ടവനല്ല, നീ പോയി തിരിച്ചു പറയാൻ പറഞ്ഞു. അങ്ങനെ തിരികെ ഈ നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ദാവീദേ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, നീ ദൈവത്തിൻ്റെ ആലയം പണിയേണ്ടവനല്ല. ഇത് കേട്ടപ്പോൾ ദാവീദ് എന്ത് ചെയ്യുമെന്നറിയാമോ? ഒന്നും മിണ്ടാതെ തൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥനാ മുറിയിലേക്ക് കയറിപ്പോയച്ചിട്ട് അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ. ദൈവത്തിനൊരു ആലയം പണിയണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, അത് ഞാനൊന്ന് പങ്കുവെച്ചെന്നേ ഉള്ളൂ. നിനക്കത് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. അവനിങ്ങനെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ സന്നിധി പറയുമ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നീ അല്ല പണിയേണ്ടത്, നിൻ്റെ മകനായ ശലോമോനാണ്. അങ്ങനെ ശലോമോന് ഈ നിയോഗം കിട്ടുകയാണ്. പ്രിയപ്പെട്ട, ശലോമോന് നിയോഗം കിട്ടുമ്പോൾ ദാവീദ് അവിടെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ദാവീദ് തനിക്ക് ദേവാലയം പണിയാൻ മാത്രമേ പറ്റാതുള്ളൂ. അദ്ദേഹം ദേവാലയത്തിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കി, ദേവാലയത്തിൻ്റെ ഒരു മാതൃക തയ്യാറാക്കി, ദേവാലയം പണിയാൻ ആവശ്യമായ സാധന സാമഗ്രികളുടെ ഒക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അതുപോലെ തന്നെ അതിനാവശ്യമായ കുറെ പണമൊക്കെ സമാഹരിച്ചു. ഇതെല്ലാം സമാഹരിച്ച് വെച്ചിട്ട് തൻ്റെ ജീവിതാവസാന നേരത്ത് തൻ്റെ മകനായ ശലോമോനെ വിളിച്ചേച്ചിട്ട് പറയുകയാണ്. 1 ദിനവൃത്താന്തം 28-20 ഒന്ന് വായിച്ചേ. 28-20. പിന്നെയും ദാവീദ് തന്റെ മകനായ ശലോമോനോട് പറഞ്ഞത്, ബന്ധപ്പെട്ട് ധൈര്യം പൂണ്ട് പ്രവർത്തിച്ചു കൊള്ളുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യഹോവയായ ദൈവം എന്റെ ദൈവം തന്നെ നിന്നോട് കൂടെയുണ്ട്. യഹോവയുടെ ആലയത്തിലെ അതായത് അവനോട് പറയാണ്, ശലോമോനോട് പറയാണ്, ഈ ദേവാലയം പണിയാനായിട്ട് ദൈവം നിന്നോട് കൂടെ ഉണ്ട്, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ പറയുന്ന മറ്റൊന്നും അല്ല പ്രിയപ്പെട്ടവര്, ജീവിതത്തിൻ്റെ ചുമതലാബോധങ്ങളിൽ, ഉത്തരവാദിത്തങ്ങളിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ജീവിതത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഒരുങ്ങുമ്പോൾ ഭയപ്പെടുന്ന ഞാനും നിങ്ങളൊക്കെ ഓർക്കണം, ചുമതലാബോധങ്ങളിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടൊരു പുസ്തകമുണ്ട്, 21 Lessons for 21st Century എന്ന് പറയുന്നൊരു പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, നോളജ് ഈസ് പവർ. എന്നതാ? നോളജ് ഈസ് പവർ. ഇന്ന് അത് മാറി. ഇന്ന് പറയുന്നത് റെലവൻസ് ഈസ് പവർ. അതായത് പ്രസക്തമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രസക്തം. സംഗതമായ കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ ദാവീദ് തൻ്റെ മകനായ ശലോമോനോട് പറയുന്നത്, എൻ്റെ മകനായ ശലോമോനെ, എൻ്റെ കാലത്ത് ദേവാലയം എന്നുള്ളത് സംഗതമായ ഒരു കാര്യമല്ലായിരുന്നു, പക്ഷെ നിൻ്റെ കാലത്ത് അങ്ങനെയല്ല, അത് സംഗതമായൊരു കാര്യമാണ്. നമ്മൾ സംഗതമായ പ്രസക്തമായ കാര്യങ്ങൾ ചെയ്യണം. ഇന്ന് നമ്മയൊക്കെ വല്ലാത്ത നിസ്സംഗത ബാധിച്ചിരിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്നത്തെ യുവാക്കളിൽ നിസ്സംഗതയുടെ ഒരു ആഗോളവൽക്കരണം തന്നെയാണുള്ളത്. മാതാപിതാക്കളോട് സ്നേഹമില്ല, സഹജീവികളോട് സ്നേഹമില്ല, പ്രിയപ്പെട്ടവരോട് സ്നേഹമില്ല, സമൂഹത്തോട് പ്രതിബദ്ധതയില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, പൊതുവേ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പൊതുവെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. ഈ നിസ്സംഗത അതാണ് ഇന്ന് പൊതുവെ ഇന്ന് കാണുന്നത്. അവിടെ നിസ്സംഗതയോടുകൂടെ ജീവിക്കുകയല്ല, നമ്മൾ ജാഗ്രതയോടുകൂടെ ജീവിക്കണം. ജാഗ്രത. കർത്താവ് എപ്പോഴും സുവിശേഷങ്ങളിൽ പറയുന്നൊരു വാക്കുണ്ട്, ഏകാഗ്രതയുള്ളവരായിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണം. എന്താ ഈ ഏകാഗ്രത എന്ന് പറയുന്ന വാക്ക് സൂചിപ്പിക്കുന്നതെന്നറിയാമോ? ഏക അഗ്രം എന്ന് പറഞ്ഞാൽ എന്നാ? ഒന്നിലേക്ക് കുതിക്കുന്നത്. കർത്താവ് പറയുന്നത് എങ്ങനെയാ? നിങ്ങൾ ഒന്നിലേക്ക് കുതിക്കുന്നവരാകണം. ഒന്നിലേക്ക് കുതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് കുതിക്കുന്നവരായിട്ട് മാറണം. ഇന്ന് നമ്മുടെ ഏകാഗ്രത നമുക്കില്ല. ഈ വാനരനും നരനും തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്നറിയാവോ? വാനരനും നരനും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ എന്നാന്ന്? എന്നെ വാനരൻ എന്ന് പറഞ്ഞാൽ എന്നതാ? കുരങ്ങൻ. അതും മനുഷ്യനുമായിട്ടുള്ള വ്യത്യാസം എന്നാണെന്നറിയാവോ? വാനരൻ, പ്രിയപ്പെട്ടവരെ, ഒരു മരത്തിൽ നിന്ന് ഉടനെ അടുത്ത മരത്തിലോട്ട് പോകും, അടുത്ത മരത്തിൽ നിന്ന്
അടുത്ത മരത്തിലേക്ക് പോവും. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, ഞാൻ വാനരനാണോ നരനാണോ? വാനരൻ ഒട്ടും ഫോക്കസ്ഡ് അല്ല, ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവനല്ല. ഇന്ന് മനുഷ്യൻ ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ജീവിക്കുമ്പോൾ ആരായി മാറുകയാ? വാനരനായി മാറി. ഇതേക്കുറിച്ച് പറയാം, മങ്കി മൈൻഡ് എന്നാണ് പറയുന്നത്. മങ്കി മൈൻഡ്. ഈ ഫോക്കസ്ഡ് അല്ലാത്ത ആൾക്കാരെ കുറിച്ച് പറയുന്ന അവർ മങ്കി മൈൻഡ് ഉള്ളവരാണെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഏകാഗ്രതയുള്ളവരായിട്ട് ചുമതലാബോധങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ നിറവേറ്റണം. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്, സമയം അവസാനിച്ചു. നമ്മളിന്ന് ചിന്തിച്ചത് ദൈവം പഴയ നിയമത്തിൽ പറഞ്ഞ ഒരു വാഗ്ദത്തത്തെക്കുറിച്ചാണ്. ആ വാഗ്ദത്തം, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഞാൻ നിന്നെ കൈവിടില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. ഈ വാഗ്ദത്തം ദൈവം പറഞ്ഞ 4 സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഞാൻ ഓർമ്മപ്പെടുത്തി. ഒന്നാമത് ദൈവം ഈ വാഗ്ദത്തം പറഞ്ഞത് ആരോടാണ്? യാക്കോബിനോട്. യാക്കോബ് എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? നൈരാശ്യത്തിൻ്റെ കാണാക്കയങ്ങളിൽ മുങ്ങിത്താഴുന്ന ഒരു ജീവിതമുള്ളൊരു മനുഷ്യനായിരുന്നു. അവനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടില്ല. രണ്ടാമത് ദൈവം ഈ പറഞ്ഞത് ആരോടാ? മോശയോടാ പറഞ്ഞേ. മോശയോട് പറഞ്ഞു മോശ ജീവിതാവസാനത്തോട് അടുക്ക നിൽക്കുമ്പോൾ അവനോട് പറഞ്ഞു, ജീവിത സായാഹ്നത്തിൽ അടുക്ക നിൽക്കുന്ന മോശയോട് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. മൂന്നാമത് ഇത് പറഞ്ഞ ആരോടാ? യോശുവായോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, മോശയോട് കൂടെ ഇരുന്നത് പോലെ അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു തുടർച്ച ഉണ്ട്. നാലാമത് ഇത് പറഞ്ഞത് ആരോടാ? ശലോമോനോട്. ദേവാലയ നിർമ്മിതിയിൽ ചുമതലാബോധങ്ങളിൽ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നമുക്ക് ഹൃദയപൂർവ്വം സ്വീകരിക്കാം. തമ്പുരാൻ നമ്മളോട് കൂടെയുണ്ട്. നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളിലും ഈ ദൈവം നമ്മെ വഴി നടത്തുന്നു, ദൈവം നമ്മെ നയിക്കുന്നു. അതുകൊണ്ട് ആ ബോധ്യത്തോടുകൂടെ മുൻപോട്ട് പോകാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. സമയം 5 മിനിറ്റോടെ കൂടിപ്പോയി കൊണ്ട് ഞാൻ കൂടുതൽ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ ദേവാലയത്തിൽ കടന്നു വന്ന് ഈ കൺവെൻഷനിൽ നിങ്ങളോട് ദൈവവചനം സംസാരിക്കുവാൻ തക്കവണ്ണം അവസരം ഒരുക്കിയ ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. എന്നെ ആയതിലേക്കായിട്ട് ക്ഷണിച്ച ഇടവകയുടെ വികാരി അച്ഛനായിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ CP വർഗീസ് അച്ഛനോടും, പ്രിയപ്പെട്ട സഹവൈദികർ, പ്രിയപ്പെട്ട ഹെനു അച്ഛൻ, പ്രിയപ്പെട്ട ബേസിൽ അച്ഛൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഫിലിപ്പോസ് അച്ഛൻ, വൈദിക ശ്രേഷ്ഠരോടുള്ള പ്രത്യേകമായി നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.